അശ്വതി ജോയ് അറയ്ക്കൽ രചിച്ച മന്ത്രി മുത്തശ്ശനൊരു കത്ത് എന്ന ബാലസാഹിത്യ നോവലിന്റെ ആസ്വാദനക്കുറിപ്പ് മേരി തോമസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. അശ്വതി ജോയ് അറക്കൽ എഴുതിയ മന്ത്രി മുത്തച്ഛനൊരു കത്ത് എന്ന ബാലസാഹിത്യ നോവലിന്റെ ആസ്വാദനക്കുറിപ്പ്. മഞ്ചാടിക്കുന്നും മീനുവും ആൽത്തറ മുത്തശ്ശിയും ഒക്കെയുള്ള ഒരു ലോകത്തേക്കാണ് വായനക്കാരെ ഈ പുസ്തകം കൂട്ടിക്കൊണ്ടുപോകുന്നത്. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട മഞ്ചാടിക്കുന്നിന്റെ അടിവാരത്തുള്ള കുന്നിൻ ചെരുവ് എന്ന മലയോര ഗ്രാമത്തിലാണ് മീനു എന്ന മീനാക്ഷിയും കുടുംബവും ജീവിക്കുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയായി ജീവിക്കുന്ന ഒരു മിടുക്കിയാണ് മീനു. മീനു സ്വന്തം എന്ന് കരുതുന്നവയാണ് നാടും നാട്ടുകാരും അവിടുത്തെ മനോഹരമായ ഭൂപ്രകൃതിയും. വീട്ടിലെ ഇല്ലായ്മയ്ക്ക് തന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ സഹായം ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട് മീനു. സ്കൂൾ കഴിഞ്ഞ് ചേട്ടനൊപ്പം വരുന്ന സമയം റോഡിലൂടെ പോകുന്ന ഒരു കാറിൽ നിന്നും എന്തോ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതെടുത്ത് പഞ്ചായത്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുന്നത് മീനുവിന്റെ പ്രകൃതി സ്നേഹത്തെ കാണിക്കുന്നുമുണ്ട്. അവധിക്കാലത്ത് ചെറിയ കച്ചവടം നടത്തിക്കൊണ്ട് അച്ഛനെ സഹായിക്കുന്നതും നമുക്ക് കാണാനാകും. മഞ്ചാടിക്കുന്ന് പ്രദേശം പ്രകൃതി രമണീയമായതിനാൽ അവിടെ ധാരാളം ആളുകൾ വരാറുണ്ട്. അവിടെ വരുന്നവർ ആ പ്രകൃതി രമണീയതയെ നശിപ്പിക്കുന്ന തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുകയാണ്. അതിനാൽ തന്നെ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് അവിടുത്തെ ആളുകൾക്ക് പനി പടർന്നു പിടിച്ചിരിക്കുന്നു എന്ന വാർത്ത എല്ലാവരെയും വിഷമത്തിലാക്കി. മഞ്ചാടിക്കുന്നിനെ പഴയതുപോലെയാക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ഇതിന് കുട്ടിയായ തനിക്ക് എന്താണ് ചെയ്യാനാവുക? അങ്ങനെ ആലോചിക്കുമ്പോഴാണ് മന്ത്രി മുത്തച്ഛനൊരു കത്ത് എന്ന് പരസ്യമുള്ള കടലാസിനെ കുറിച്ചോർത്തത്. കത്ത് എഴുതാൻ ആരംഭിച്ചത് മന്ത്രി മുത്തച്ഛന്റെ സുഖവിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ്. പിന്നെ തന്നെയും സ്കൂളിനെയും വീട്ടുകാരെയും പരിചയപ്പെടുത്തുന്നു. മീനു യൂട്യൂബിലൂടെ വൈറലായ കാര്യവും ആൽത്തറയിലെ മുത്തിയമ്മയെയും മീനുവിന്റെ കച്ചവടവും മീനുവിന്റെ മനുവേട്ടൻ മൊബൈലിൽ കളിച്ച് കാശു കളഞ്ഞ കാര്യവും മൊബൈൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന വിഷമതകളും എല്ലാം തന്നെ മന്ത്രി മുത്തച്ഛന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. മഞ്ചാടിക്കുന്നിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായി വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ അവർ ഞങ്ങളുടെ നാടിനെ ചവറ്റുകുട്ടിയായിട്ടാണ് കാണുന്നത്. അവർക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കിയാണ് അവർ മടങ്ങിപ്പോകുക. അധികം വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ടവരായ ഞങ്ങൾ ഒരിക്കലും മാലിന്യം വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കുന്നുമില്ല. മാലിന്യം നിറഞ്ഞ സ്ഥലങ്ങളിൽ കൊതുകുകൾ പെരുകി പലരും പനി മൂലം ആശുപത്രിയിലുമാണ്. അങ്ങനെ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇക്കാര്യമെല്ലാം മന്ത്രി മുത്തച്ഛന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. ഇതിന് പരിഹാരമുണ്ടാക്കാനായി മന്ത്രി വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു വിദ്യാർത്ഥിനിയുടെ കടമ എന്തെന്ന് സ്വയം തിരിച്ചറിയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മീനു എന്ന പെൺകുട്ടിയെയാണ് നമുക്ക് ഈ കഥയിൽ ഉടനീളം കാണാനാവുക. കുട്ടികളിൽ ശുചിത്വവും സ്വയം പര്യാപ്തതയും പരസ്പര ബഹുമാനവും സഹിഷ്ണുതയും കൈവരുത്തുവാൻ ഉതകുന്ന ഒരു കൃതി കൂടിയാണിത്. അവതാരിക നഷ്വ ഷംസുദ്ദീൻ. പ്രസാധനം പ്രൗഢ ബുക്സ്.